എല്ലാവർക്കും ഇലന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വിവിധ ഡ്രൈവർ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത്. വിവിധ ഡ്രൈവർ പരീക്ഷകളിൽ ഇതിനു മുമ്പ് കേരള PSC ചോദിച്ചിട്ടുള്ള ഷുവർ ഷോർട്ട് ആയിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെയധികം റിപ്പീറ്റ് വാല്യൂ തിരിച്ച് വീണ്ടും ചോദിക്കുവാൻ സാധ്യതയുള്ള അതിന് തക്കവണ്ണം വാല്യൂ ഉള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ വീഡിയോയും കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സമയം ഒട്ടും കളയാതെ തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4 റോഡുകൾ സന്ധിക്കുന്ന ഒരു ജംഗ്ഷനിൽ ഏത് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്കാണ് മുൻഗണന നൽകേണ്ടത്? നോക്കിക്കേ, 4 റോഡുകൾ സന്ധിക്കുന്ന ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ക്രോസ് ജംഗ്ഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു ക്രോസ് ജംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഏത് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്കായിരിക്കണം മുൻഗണന നൽകേണ്ടുന്നത് എന്നാണ് ചോദ്യം. ഇടത് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക്, വലത് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക്, എതിർ ദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ആർക്കും പ്രത്യേക മുൻഗണനയില്ല. അപ്പൊ ഒരു ക്രോസ് ജംഗ്ഷനിലാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ മുൻഗണന കൊടുക്കേണ്ടുന്നത് വലത് ഭാഗത്ത് നിന്നും വരുന്ന വാഹനങ്ങൾക്കായിരിക്കും. ഓക്കെ, വലത് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്കാണ് ക്രോസ് ജംഗ്ഷനിൽ മുൻഗണന കൊടുക്കേണ്ടുന്നത്. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. വലത് ഭാഗത്ത് നിന്നും വരുന്ന വാഹനങ്ങൾക്കാണ് ക്രോസ് ജംഗ്ഷനിൽ മുൻഗണന നൽകേണ്ടത്. അടുത്ത ചോദ്യം നോക്കിക്കേ, ഒരു ചരക്ക് വാഹനത്തിൽ അമിത ഭാരം കയറ്റുന്നത് എ പിഴ ഒടുക്കേണ്ടുന്ന കുറ്റമാണ്, ബി ലൈസൻസ് താൽക്കാലികമായി റദ്ദു ചെയ്യുവാൻ കാരണമായ കുറ്റമാണ്, സി ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ട കുറ്റമാണ്, ഡി പിഴയൊടുക്കേണ്ടുന്നതും ലൈസൻസ് താൽക്കാലികമായി റദ്ദു ചെയ്യുവാൻ കാരണമായ കുറ്റമാണ്. അപ്പൊ നോക്കിക്കേ, ഒരു ചരക്ക് വാഹനത്തില് അമിതമായിട്ടുള്ള ഭാരം കയറ്റുന്നു, അതിന്റെ RC ബുക്കിൽ പറഞ്ഞതിലധികവും ഭാരം കയറ്റി കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ പിഴ ഒടുക്കേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈസൻസ് താൽക്കാലികമായി റദ്ദ് ചെയ്യപ്പെടുകയും ചെയ്യാം. അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഒരു ചരക്ക് വാഹനത്തിൽ അമിതമായിട്ട് ഭാരം കയറ്റി കഴിഞ്ഞാൽ നിങ്ങൾ പിഴ ഒടുക്കേണ്ടുന്നതാണ്. അതുപോലെ തന്നെ ലൈസൻസ് താൽക്കാലികമായി റദ്ദ് ചെയ്യപ്പെടുകയും ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ. നോക്കിക്കേ, ഒരു ട്രാക്ടറിൽ ഡ്രൈവറെ കൂടാതെ കയറ്റാവുന്ന ആളുകളുടെ എണ്ണം. അപ്പൊ ഒരു ട്രാക്ടറിനകത്ത് ഡ്രൈവറെ കൂടാതെ ആരെയൊക്കെ കയറ്റാം? എ ആരെയും കയറ്റാൻ പാടുള്ളതല്ല, ബി ഇരുവശത്തുമായി 2 പേരെ കയറ്റാം, സി ഒരാളെ കയറ്റാം, ഡി മേൽ പറഞ്ഞതൊന്നുമല്ല. ശ്രദ്ധിക്കണേ, ഒരു ട്രാക്ടറിൽ അതിന്റെ ഡ്രൈവറെ കൂടാതെ മറ്റാരെയും കയറ്റുവാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. 53 ഓപ്ഷൻ എ. ഒരു ട്രാക്ടറിൽ ഡ്രൈവറെ കൂടാതെ മറ്റാരെയും കയറ്റുവാൻ പാടില്ല. അടുത്ത ചോദ്യം നോക്കിക്കേ, കോഷണറി റോഡ് സൈൻസ് പ്രദർശിപ്പിക്കുന്ന ബോർഡുകളുടെ ആകൃതി. ഏത് ആകൃതിയിലുള്ള ബോർഡിലാണ് കോഷണറി സൈൻസ് പ്രദർശിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കിയേ, ത്രികോണാകൃതി, ചതുരാകൃതി, വൃത്താകൃതി, 3 തരത്തിലുള്ള റോഡ് സൈൻസ് ഉണ്ട് അല്ലെ? കോഷണറി ഉണ്ട്, മാൻഡേറ്ററി ഉണ്ട്, ഇൻഫർമേറ്ററി ഉണ്ട്. ഇൻഫർമേറ്ററി സൈൻസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? നോക്കിയേ, ഇൻഫർമേറ്ററി I എന്നല്ലേ തുടങ്ങുന്നത്? നേരെ ഒരു റെക്ടാങ്കിൾ അങ്ങ് വരച്ചോണം. അപ്പോ ഇൻഫർമേറ്ററി സൈൻസ് എല്ലാം പ്രദർശിപ്പിക്കുന്നത് എങ്ങനെയാണ്? റെക്ടാങ്കിളിലായിട്ടാണ് ഇൻഫർമേറ്ററി റോഡ് സൈൻസ് പ്രദർശിപ്പിക്കുന്നത്. അടുത്തത് നോക്കിയേ, മാൻഡേറ്ററി റോഡ് സൈൻസ്. മാൻഡേറ്ററി റോഡ് സൈൻസ് എന്ന് പറയുന്നത് എന്താണ്? നിർബന്ധമായിട്ട് നമ്മൾ അനുസരിക്കേണ്ടുന്ന റോഡ് ചിഹ്നങ്ങളെയാണ് മാൻഡേറ്ററി റോഡ് സൈൻസ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് പ്രദർശിപ്പിക്കേണ്ടത്? അതെപ്പോഴും വൃത്താകൃതിയിലാണ് പ്രദർശിപ്പിക്കേണ്ടുന്നത്. ഓക്കെ, അടുത്തത് കോഷണറി റോഡ് സൈൻസ് ആണ്. കോഷണറി റോഡ് സൈൻസ് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ത്രികോണാകൃതിയിലായിരിക്കും കോഷണറി റോഡ് സൈൻസ് പ്രദർശിപ്പിക്കേണ്ടി വരുന്നത്. കോഷണറി എന്ന് പറഞ്ഞാൽ എന്താണ്? മുന്നറിയിപ്പ് ചിഹ്നങ്ങളാണ് കോഷണറി റോഡ് സൈൻസിൽ വരുന്നത്. അപ്പോൾ ഈ മുന്നറിയിപ്പ് ചിഹ്നങ്ങൾ ത്രികോണാകൃതിയിലായിരിക്കും പ്രദർശിപ്പിക്കേണ്ടി വരുന്നത്. ഉദാഹരണം നിങ്ങൾ എപ്പോഴും ഓർത്തു വെച്ചോളുക, വാഹനം ഓടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാഹനവുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ അപകടങ്ങളൊക്കെ പറ്റാൻ സാധ്യതയുണ്ട്. പറ്റാതിരിക്കട്ടെ, നമ്മൾ എക്സ്റേ എടുക്കാൻ ചെല്ലുന്ന സമയത്ത് അവിടെ കോഷൻ എന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കുന്നതാണ്, റേഡിയേഷൻ, കോഷൻ റേഡിയേഷൻ. അത് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ കോഷണറി സൈൻസ് എന്ന് പറയുന്നത് ത്രികോണാകൃതിയിലായിരിക്കും. മാൻഡേറ്ററി നിർബന്ധമായിട്ടും അനുസരിക്കേണ്ട ചിഹ്നങ്ങൾ വൃത്താകൃതിയിലായിരിക്കും പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വിവരദായകമായിട്ടുള്ള ചിഹ്നങ്ങൾ ഇൻഫർമേറ്ററി സൈൻസ് റെക്ടാങ്കിളിലായിട്ടായിരിക്കും പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. അപ്പൊ നമ്മുടെ ഉത്തരം ഏതായിരുന്നു? ത്രികോണാകൃതിയാണ്. അപ്പൊ കോഷണറി റോഡ് സൈനുകൾ പ്രദർശിപ്പിക്കുന്നത് ത്രികോണാകൃതിയിലായിരിക്കും. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ, 55 6x16 സൈസിലുള്ള ടയറിൽ 16 എന്നുള്ളത് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ഓപ്ഷൻസ് നോക്കാം. എ ടയറിന്റെ വീതി, ബി വീൽ റിമിന്റെ വ്യാസം, സി ടയറിന്റെ വ്യാസം,
ഡി വീൽ റിമിന്റെ വീതി. ഏതാണ് ഉത്തരം? അതെ, ടയറിന്റെ വ്യാസത്തെയാണ് അങ്ങനെ 16 എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്താണ്? ടയറിന്റെ വ്യാസം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അടുത്ത ചോദ്യം നോക്കാമല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. ഗോൾഡൻ അവർ എന്നാൽ എന്ത്? ഓപ്ഷൻസ് നോക്കുക. എ, റോഡിൽ ഏറ്റവും അധികം തിരക്ക് അനുഭവപ്പെടുന്ന സമയം. ബി, പുലർച്ചെ 3-നും 4-നും ഇടയിൽ ഡ്രൈവർമാർക്ക് ഏറ്റവും ഉറക്കം വരാൻ സാധ്യതയുള്ള സമയം. സി എന്താണ്? വാഹനാപകടത്തിൽ പരിക്ക് പറ്റിയ ശേഷമുള്ള സമയം. ഡി, ഇവയിലേതുമല്ല. അപ്പോ ഗോൾഡൻ അവർ എന്ന് പറയുന്നത് വാഹന അപകടം നടക്കുന്നു, വാഹന അപകടത്തിൽപ്പെട്ട ഒരാൾക്ക് മരണത്തിൽ നിന്നും അയാളെ രക്ഷിക്കുവാനായിട്ടുള്ള ചികിത്സ കൊടുക്കുവാനുള്ള ഏറ്റവും കുറഞ്ഞ സമയത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. ഒരാൾക്ക് പരിക്ക് പറ്റി കഴിഞ്ഞാൽ, ഒരു വാഹന അപകടം മുഖേന ഒരു വ്യക്തിക്ക് പരിക്ക് പറ്റി കഴിഞ്ഞാൽ അയാളെ മരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അടിയന്തര ചികിത്സ നൽകുവാനുള്ള സമയത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആ ചികിത്സ നൽകുവാനുള്ള ഏറ്റവും കുറഞ്ഞ സമയം, പരിക്ക് പറ്റിയതിനു ശേഷം അടിയന്തര ചികിത്സ നൽകുവാനുള്ള ഏറ്റവും കുറഞ്ഞ സമയത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്? വാഹന അപകടത്തിൽ പരിക്ക് പറ്റിയതിനു ശേഷമുള്ള സമയം, അടിയന്തര ചികിത്സ നൽകുന്നതിന് തൊട്ടു മുമ്പ്, അല്ലെങ്കിൽ അയാളെ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിനായിട്ട് അടിയന്തര ചികിത്സ നൽകുവാനുള്ള സമയം. നമ്മുടെ ഓപ്ഷനാണ് സി ആണ് ഇതിനെ മാച്ചിങ് ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് നോക്കിക്കേ. റോഡിന്റെ 57ാമത്തെ ചോദ്യം. റോഡിന്റെ ഇടത് ഭാഗത്തോടു കൂടി മറികടക്കുവാനുള്ള സാഹചര്യം. ഇടത് ഭാഗത്തോടു കൂടി ഓവർടേക്ക് ചെയ്യണമെങ്കിൽ ഏത് സാഹചര്യത്തിലായിരിക്കണം എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: എ, ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ. ബി, 4 വരി പാതകളിൽ വലത് ലൈനിലൂടെ ഭാരമേറിയ വാഹനം പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ. സി, മലമ്പാതകളിൽ. ഡി, മുന്നിലെ വാഹനം വലത്തോട്ട് തിരിയാനുള്ള സിഗ്നൽ നൽകുന്ന വേളയിൽ. അപ്പൊ മുന്നിലത്തെ വാഹനം വലത്തോട്ട് സിഗ്നൽ നൽകിയിട്ടുണ്ട്, വലത്തോട്ട് തിരിയണം, വലത്തോട്ടുള്ള സിഗ്നൽ നൽകിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, പിന്നിൽ വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ആ വാഹനം വലത്തേക്ക് തിരിയാൻ പോവുകയാണ്, നമുക്ക് അതിന്റെ ഇടതു ഭാഗത്തോടു കൂടി ഓവർടേക്ക് ചെയ്യാമെന്നുള്ളത്. അപ്പൊ ഓപ്ഷൻ ഏതാണ്? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻസ് നോക്കിയേ. ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇരുചക്ര വാഹനത്തിൽ മാത്രമാണോ? ഇരുചക്ര വാഹനത്തിൽ മാത്രം സഞ്ചരിക്കുമ്പോഴാണോ ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നത്? അല്ല. അപ്പോ അതല്ല. 4 വരി പാതകളിൽ വലത് ലൈനിലൂടെ ഭാരമേറിയ വാഹനം പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഒരുപക്ഷെ ചെയ്യുന്നതായിരിക്കാം, നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കാം, പക്ഷെ അതും തെറ്റാണ്. കാരണം ഭാരമേറിയ വാഹനം ഒരു പക്ഷേ ഇടത് ലൈനിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മൾ അപകടത്തിൽ പെടാൻ സാധ്യതയുണ്ട്. എപ്പോഴാണ്? വാഹനം വലത് ലൈനിലൂടെ പോകുന്നു, നമ്മൾ ഇടത് ലൈനിലൂടെ പ്രവേശിക്കുമ്പോൾ വലത് ലൈനിലുള്ള വാഹനം ഇടത്തേക്ക് വെട്ടിച്ചു കഴിഞ്ഞാലോ ഇടത് ലൈനിലേക്ക് മാറിക്കഴിഞ്ഞാലോ നമ്മൾ അപകടത്തിൽ പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യുവാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഏതാണ്? നമ്മുടെ മുന്നിൽ വാഹനം പോകുന്നു, അത് വലത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്, വലത്തേക്ക് തിരിയാൻ വേണ്ടി പോവുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഇടതു ഭാഗത്തോടു കൂടി ഓവർടേക്ക് ചെയ്ത് പോകാം. അടുത്ത ചോദ്യം നോക്കാമല്ലോ. നോക്കിക്കൂ. 58. ഒരു 4 ചക്ര വാഹനത്തിന്റെ ടയറിൽ ഉണ്ടായിരിക്കേണ്ട ത്രെഡിന്റെ ആഴമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കിയേ. എ, 1.2 മില്ലിമീറ്റർ. ബി, 1.8 മില്ലിമീറ്റർ. സി, 1.6 മില്ലിമീറ്റർ. ഡിയോ 0.8 മില്ലിമീറ്റർ. നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻസ് പറഞ്ഞു. ആൻസർ ഏതാണ്? ആൻസർ സി ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോ ഒരു 4 ചക്ര വാഹനത്തിന്റെ ടയറിൽ ഉണ്ടായിരിക്കേണ്ട ത്രെഡിന്റെ ആഴം എന്ന് പറയുന്നത് എത്രയാണ്? 1.6 മില്ലിമീറ്റർ ആയിരിക്കണം. ഓക്കെ, അടുത്ത നോക്കിക്കോ. ഭാരത് സ്റ്റേജ് 6 BS6 വാഹനങ്ങൾക്ക് നൽകുന്ന പുക പരിശോധനാ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി. അപ്പോ BS6 വാഹനങ്ങൾക്കുള്ള PUCC സർട്ടിഫിക്കറ്റ്, പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റിന്റെ കാലാവധിയാണ് ചോദിച്ചിരിക്കുന്നത്. പല പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്, ഓർത്തു വെച്ചോണേ. ഓപ്ഷൻ എ 1 വർഷമാണ്. അപ്പോ BS6 വാഹനങ്ങൾക്ക്, ഭാരത് സ്റ്റേജ് 6 വാഹനങ്ങളുടെ പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി, പുക പരിശോധനാ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി എന്ന് പറഞ്ഞ എത്രയാണ്? 1 വർഷമാണ്. അടുത്ത ചോദ്യം നോക്കുക. 60. ഏത് തരം ഇൻഷുറൻസ് ആണ് മോട്ടോർ വാഹനങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുള്ളത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതാണ്? കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് ആണോ? അല്ല, തേർഡ് പാർട്ടി ഇൻഷുറൻസ്. അപ്പോ ഒരു വാഹനത്തിന് നിർബന്ധമാക്കിയിട്ടുള്ള ഇൻഷുറൻസ് ഏതാണ്? തേർഡ് പാർട്ടി ഇൻഷുറൻസ്. എല്ലാ വാഹനങ്ങൾക്കും നിർബന്ധമായിട്ടും തേർഡ് പാർട്ടി ഇൻഷുറൻസ് വേണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ. നോക്കിക്കോണേ. ഇലക്ട്രിക് ഉപകരണം കൊണ്ട് കാണിക്കുവാൻ സാധ്യമല്ലാത്ത ഒരു സിഗ്നൽ.
നോക്കിക്കോ, ഏതൊക്കെ സിഗ്നൽ ആണെന്ന് നോക്കിക്കേ. വലതുവശത്തേക്ക് തിരിയാൻ പറ്റുമല്ലോ, റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് തിരിയാം. അപ്പം വലതുവശത്തേക്ക് തിരിയാൻ ഓപ്ഷൻ ഇതല്ല. അടുത്ത നോക്കുക, വാഹനം നിർത്തുന്നത് അവിടെ ഇരിക്കട്ടെ. ഓവർടേക്കിനുള്ള അനുവാദം, ഓവർടേക്കിംഗ് കാണിക്കാൻ പറ്റുമോ? ഇല്ല. അടുത്തത് ഇടതുവശത്തേക്ക് തിരിയൽ, ഇടതുവശത്തേക്ക് തിരിയുന്നത് നമ്മുടെ ആൻസർ അല്ല. നോക്കിയേ, വാഹനം നിർത്തുന്നത് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ? ഒരു വാഹനം ഇടതു ഭാഗത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് അല്ലെങ്കിൽ വലതു ഭാഗത്തേക്കാണെങ്കിൽ വലതു ഭാഗത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വണ്ടി സ്ലോ ഡൗൺ ചെയ്ത് ഒരു പക്ഷേ നിർത്താനാണെന്നുള്ളൊരു അസംഷൻ ഉണ്ടാവും. പക്ഷെ ഓവർടേക്കിങ്ങിന് സിമ്പിൾ ഉണ്ടോ? ഇല്ല. ഓവർടേക്ക് നമ്മൾ ചിലപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ട് കാണിക്കുകയോ ലൈറ്റ് അടിച്ച് പാസ് ലൈറ്റ് അടിച്ച് കാണിക്കുകയോ ഒക്കെ ചെയ്യുമായിരിക്കും. അതായിരിക്കും നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കുന്നത്. പക്ഷെ നിയമത്തിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്ന് ഓർത്തുകൊള്ളുക. നമ്മുടെ ഉത്തരം ഏതാണ്? സി, ഓവർടേക്കിങ്ങിനുള്ള അനുവാദം. ഒരു ഇലക്ട്രോണിക് സിഗ്നലിംഗ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഓവർടേക്ക് ചെയ്യുവാൻ വേണ്ടി കാണിക്കുവാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇലക്ട്രിക് ഉപകരണം കൊണ്ട് കാണിക്കുവാൻ സാധ്യമല്ലാത്ത സിഗ്നൽ. അപ്പൊ ഇനി സ്റ്റോപ്പ് ലൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. സിഗ്നലിൽ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ്, ലെഫ്റ്റിലേക്ക് തന്നിട്ട് ലെഫ്റ്റ്. പക്ഷെ ഓവർടേക്ക് ചെയ്യുവാനായിട്ട് കാണിക്കുന്ന സംവിധാനമുണ്ടോ? ഇല്ല. അത്രയും ഓർത്തു വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരു ഹെവി വെഹിക്കിൾ എന്നാൽ ഓപ്ഷൻ എ നോക്കിക്കേ, 12,990 കിലോഗ്രാമിന് മുകളിൽ ആകെ ഭാരമുള്ള വാഹനങ്ങൾ, 7,500 കിലോഗ്രാമിന് മുകളിൽ ആകെ ഭാരം വരുന്ന വാഹനങ്ങൾ, 16,200 കിലോഗ്രാമിന് മുകളിൽ ആകെ ഭാരമുള്ള വാഹനങ്ങൾ, 12,000 കിലോഗ്രാമിന് മുകളിൽ ആകെ ഭാരമുള്ള വാഹനങ്ങൾ. ഇവിടെ ശ്രദ്ധിച്ചോണം, ഈ ആകെ ഭാരം എന്ന് പറഞ്ഞാൽ എന്താണ്? വാഹനത്തിന്റെ GVWനെ പറ്റിയിട്ടാണ് പരാമർശിക്കുന്നത്. അപ്പോൾ വാഹനം വിവിധ ക്ലാസ്സുകളിലായിട്ട് തിരിച്ചിരിക്കുന്നത് ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ വിവിധ ക്ലാസ്സുകളിലായിട്ട് തിരിച്ചിരിക്കണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. GVW അഥവാ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്. എന്താണ് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്? വാഹനത്തിന്റെ ആകെ ഭാരവും അതുപോലെ തന്നെ അതിൽ കയറ്റുവാൻ പറ്റുന്ന ഭാരവും കൂടെ കൂടി ചേർന്നതാണ് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്. GVW 7,500 വരെയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ലൈറ്റ് കാറ്റഗറി എന്ന് പറയുന്നു. LMV ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്ന് പറയുന്നു. ഇനി മീഡിയം കാറ്റഗറി വരണമെങ്കിൽ GVW 7,500നും 12,000 കിലോഗ്രാമിനും ഇടയിലാണെന്നുണ്ടെങ്കിൽ മീഡിയം ഗുഡ്സ് വെഹിക്കിൾ അല്ലെങ്കിൽ മീഡിയം പാസഞ്ചർ വെഹിക്കിൾ എന്നൊക്കെ മീഡിയം കാറ്റഗറി വെഹിക്കിൾ എന്ന് പറയുന്നു. ഇനി ഹെവി ഗുഡ്സ് കാറ്റഗറി വരണമെന്നുണ്ടെങ്കിൽ എന്താണ്? 12,000 കിലോഗ്രാമിന് മുകളിലാണ് അതിന്റെ GVW എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഹെവി കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. നോക്കിക്കേ, നമ്മുടെ ഓപ്ഷൻ ഏതായിരിക്കും? അപ്പം ഹെവി വെഹിക്കിൾ എന്നാൽ എന്ത്? 12,000 കിലോഗ്രാമിന് മുകളിൽ ആകെ ഭാരമുള്ള വാഹനങ്ങൾ, അതായത് വാഹനത്തിന്റെ GVW ഗ്രേറ്റർ ദാൻ 12,000. ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 12,000 കിലോഗ്രാമിന് മുകളിലാണെന്നുണ്ടെങ്കിൽ അത്തരം വാഹനങ്ങളെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഹെവി വെഹിക്കിൾ എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ ഉത്തരം എന്തായി? ഓപ്ഷൻ ഡി. മനസ്സിലായോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ. നോക്കിക്കേ, കെട്ടിവലിക്കുന്ന രണ്ട് വാഹനങ്ങൾ തമ്മിൽ അനുവദിക്കപ്പെട്ടുള്ള പരമാവധി അകലം. റിപ്പീറ്റഡ് ചോദ്യമാണ്. എത്രയാണ് പരമാവധി അകലം എന്ന് പറയുന്നത്? 5 മീറ്റർ ആയിരിക്കണം. രണ്ട് വാഹനങ്ങളെ തമ്മിൽ കെട്ടിവലിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ വരുന്ന പരമാവധി അകലം എന്ന് പറയുന്നത് 5 മീറ്റർ ആയിരിക്കണം. വേഗത എത്രയായിരിക്കണം? മാക്സിമം വേഗത 25 km/h ആയിരിക്കണം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. ഓവർടേക്ക് ചെയ്യുവാൻ പാടില്ലാത്ത സ്ഥലം. ഓപ്ഷൻ എ പോലീസ് സ്റ്റേഷന് സമീപം, ഓപ്ഷൻ ബി ഇടുങ്ങിയ പാലം, ഓപ്ഷൻ സി ടാറിടാത്ത റോഡുകൾ, ഓപ്ഷൻ ഡി എയർപോർട്ടിന് സമീപം. ഏതാണ്? ഒരു കാരണവശാലും ഇടുങ്ങിയ പാലത്തിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ചോദ്യം 65. ആക്സിൽ വെയിറ്റ് എന്നാൽ എന്ത്? വാഹനത്തിന്റെ ആക്സിൽ ഭാരം എന്ന് കണക്കാക്കുന്നത് എന്താണെന്നുള്ളതാണ്. ഓപ്ഷൻ എ നോക്കിക്കേ, ഒരു ആക്സിലിൽ ഘടിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വീൽ ഭൂമിയിലേക്ക് ചെലുത്തുന്ന ഭാരം. ഓപ്ഷൻ ബി, ആക്സിലിൽ ഘടിപ്പിച്ചിട്ടുള്ള എല്ലാ വീലുകളും ചേർന്ന് ഭൂമിയിലേക്ക് ചെലുത്തുന്ന ഭാരത്തിനെ വീലുകളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഭാരം. ഇച്ചിരി കോംപ്ലിക്കേഷൻ ആണെന്ന് തോന്നുന്നു, പക്ഷെ ഉത്തരം സിമ്പിളാണ്. സി, ഒരു ആക്സിലിൽ ഘടിപ്പിച്ചിട്ടുള്ള എല്ലാ വീലുകളും ചേർന്ന് ഭൂമിയിലേക്ക് ചെലുത്തുന്ന ഭാരം. ഡി എന്താണ്? ഒരു ആക്സിൽ വാഹനത്തിൽ നിന്ന് വിഘടിപ്പിച്ചെടുത്ത ശേഷം ഭാര പരിശോധന നടത്തുമ്പോൾ ലഭിക്കുന്ന ഭാരം. കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓപ്ഷൻ ഡി ആണെന്ന് തോന്നും, പക്ഷെ തെറ്റാണ്. ഒരു കാരണവശാലും കയറി പെട്ടെന്നുള്ള കണക്കൂട്ടലിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരം എഴുതരുത്. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഒരാക്സിലിൽ ഘടിപ്പിച്ചിട്ടുള്ള എല്ലാ വീലുകളും ചേർന്ന് ഭൂമിയിലേക്ക് ചെലുത്തുന്ന ഭാരത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആക്സിൽ വെയിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ അങ്ങ് പഠിച്ചോണം.
ആക്സിൽ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു ആക്സിലിൽ ഘടിപ്പിച്ചിട്ടുള്ള എല്ലാ വീലുകളും ചേർന്ന് ഭൂമിയിലേക്ക് ചെലുത്തുന്ന ഭാരത്തെ എന്തെന്ന് പറയുന്നു? ആക്സിൽ വെയിറ്റ് എന്ന് പറയുന്നു. 66ാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ ടു സ്ട്രോക്ക് എഞ്ചിനിലെ വാൽവുകളുടെ എണ്ണം വളരെ ട്രിക്കി ആയിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാലേ, എഞ്ചിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ഡ്രൈവർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എഞ്ചിൻ റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് തിങ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. ടു സ്ട്രോക്ക് എഞ്ചിനിൽ എന്താണ്? പോർട്ടുകളാണുള്ളത് അല്ലെ? പോർട്ടുകൾ ഉപയോഗിച്ചാണ് ടു സ്ട്രോക്ക് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഒരു ഫോർ സ്ട്രോക്ക് എഞ്ചിനെ കണക്കാക്കുമ്പോഴോ ഇൻലെറ്റ് വാൽവ്, എക്സോസ്റ്റ് വാൽവ് എന്ന് പറഞ്ഞിട്ട് വാൽവ് സിസ്റ്റം ആണ് അവിടെ ഉള്ളത്. അപ്പം ടു സ്ട്രോക്ക് എഞ്ചിനിൽ കൊടുത്തിരിക്കുന്ന വാൽവുകളുടെ എണ്ണം, ഈ ചോദ്യം കണ്ടാൽ തന്നെ അറിയാം നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ടു സ്ട്രോക്ക് എഞ്ചിനിൽ എന്താണുള്ളത്? വാൽവിന് പകരമുള്ളത് പോർട്ടുകളാണെന്ന് ഓർത്ത് വെച്ചേക്കണം. നോക്കിക്കേ, ഓപ്ഷൻസ് ഏതാണ്? പരിധി നിശ്ചയിച്ചിട്ടില്ല, 2 എണ്ണം, 4 എണ്ണം, വാൽവുകളില്ല. അപ്പൊ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി, വാൽവുകളില്ല. അപ്പൊ വാൽവുകൾക്ക് പകരം എന്താണ് ടു സ്ട്രോക്ക് എഞ്ചിനിൽ? പോർട്ടാണ് ഉള്ളതെന്ന് ഓർത്തോണം. പോർട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ടു സ്ട്രോക്ക് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ ആണോ? അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ, നോക്കിക്കോളൂ. 67. എയർ ബ്രേക്ക് സംവിധാനമുള്ള ഒരു ഹെവി വാഹനം ഓടുന്ന വേളയിൽ എയർ ടാങ്ക് ലീക്കായി എയർ പൂർണ്ണമായും നഷ്ടപ്പെട്ടാൽ എങ്ങനെയാണ് ആ വാഹനം നിർത്തേണ്ടുന്നത് എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, വാഹനം ഓടിക്കൊണ്ടിരിക്കുകയാണ്, എയർ ബ്രേക്ക് സംവിധാനമാണ്, പെട്ടെന്ന് എയർ ടാങ്ക് ലീക്ക് ആവുന്നു, ആ സംവിധാനം ഫെയിലിയർ ആവുന്നു. അങ്ങനെയാണെങ്കിൽ ആ വാഹനം എങ്ങനെ നമുക്ക് നിർത്താം? ഓപ്ഷൻ എ നോക്കിക്കേ, ഗിയർ ഡൗൺ ചെയ്ത് വാഹനം നിർത്തുവാൻ ശ്രമിക്കുക. ബി, എഞ്ചിൻ ഓഫ് ചെയ്ത് വാഹനം നിർത്തുവാൻ ശ്രമിക്കുക. ഗിയർ ഡൗൺ ചെയ്യുകയും എഞ്ചിൻ ഓഫ് ചെയ്തും വേഗത കുറച്ച് നിർത്താൻ ശ്രമിക്കുക. അതാണ് ഓപ്ഷൻ സി എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി എന്താണ്? ഹാൻഡ് ബ്രേക്ക് ഉപയോഗിച്ചുകൊണ്ട് നിർത്തുവാൻ ശ്രമിക്കുക. അപ്പം നോക്കിക്കേ, വണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓടിക്കൊണ്ടിരിക്കുന്ന വേളയിൽ എയർ ടാങ്ക് ലീക്ക് ആവുന്നു, ബ്രേക്കിംഗ് സംവിധാനം ഫെയിലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന എന്ത് ബ്രേക്കിങ്ങിനെയാണ്? എഞ്ചിൻ ബ്രേക്കിംഗ് എന്നൊക്കെ മനസ്സിൽ വരും പെട്ടെന്ന്. പക്ഷെ അങ്ങനെയല്ല, ഹാൻഡ് ബ്രേക്ക് സംവിധാനം അപ്പോഴും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഹാൻഡ് ബ്രേക്ക് സംവിധാനം ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ 67 ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. എയർ ബ്രേക്ക് സംവിധാനമുള്ള ഒരു ഹെവി വാഹനം ഓടുന്ന വേളയിൽ എയർ ടാങ്ക് പൂർണ്ണമായി ലീക്ക് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഹാൻഡ് ബ്രേക്ക് ഉപയോഗിച്ചുകൊണ്ട് വാഹനം നിർത്തുവാൻ ശ്രമിക്കണം. ഓക്കെ, അടുത്ത നോക്കാമോ? 68. 16 വയസ്സ് തികഞ്ഞവർക്ക് ഓടിക്കുവാൻ അനുവാദം ലഭിക്കുന്ന വാഹനം ഓപ്ഷൻ ഏതാണ്? എ, ഗിയർ ഇല്ലാത്ത മോട്ടോർ സൈക്കിള്. ബി, 50 cc താഴെ ഉള്ള മോട്ടോർ സൈക്കിൾ. സി, 50 km/h താഴെ മാത്രം സഞ്ചരിക്കുവാൻ സാധിക്കുന്ന വാഹനം. ഡി, 60 cc താഴെയുള്ള മോട്ടോർ സൈക്കിൾ. ഇവിടെ ഏതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്? നോക്കിയേ, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. 50 cc താഴെയുള്ള മോട്ടോർ വാഹനങ്ങൾ ഓടിക്കാൻ മാത്രമേ 16 വയസ്സ് തികഞ്ഞവർക്ക് അനുവാദമുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ 16 വയസ്സ് തികഞ്ഞ ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് 50 വയസ്സിൽ താഴെ എഞ്ചിൻ കപ്പാസിറ്റി 50 cc താഴെ എഞ്ചിൻ കപ്പാസിറ്റി ഉള്ള വാഹനം ഓടിക്കുവാനുള്ള പെർമിഷൻ ഉണ്ട്. അതിന് കൃത്യമായിട്ടുള്ള നിയമങ്ങളുമുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. 69. ലേണേഴ്സ് ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഓടിക്കാവുന്നത്, അതായത് നമ്മുടെ ലേണേഴ്സ് ലൈസൻസിന്റെ പരിധിയെ പറ്റിയിട്ടാണ് പറയുന്നത്. എത്ര ദൂരത്തിനകത്ത് നമുക്ക് വാഹനം ഓടിക്കാം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതാത് ജില്ലകളിൽ മാത്രം, അതാത് സംസ്ഥാനത്തിനുള്ളിൽ മാത്രം, ലൈസൻസിങ് നൽകിയ ലൈസൻസിങ് അതോറിറ്റിയുടെ അധികാര പരിധിക്കുള്ളിൽ മാത്രം. നിങ്ങൾക്ക് ഏത് ലൈസൻസിങ് അതോറിറ്റിയാണോ ലൈസൻസ് നൽകിയിട്ടുള്ളത് ആ ലൈസൻസിങ് അതോറിറ്റിയുടെ അധികാര പരിധിക്കുള്ളിൽ മാത്രം. ഏത് RTO ആണ് നിങ്ങൾക്ക് ലൈസൻസിങ് നൽകിയിട്ടുള്ളത് ആ ലൈസൻസിന്റെ ആ RTO ഓഫീസിന്റെ അധികാര പരിധിക്കുള്ളിൽ മാത്രം ഓടിക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഓപ്ഷൻ ഡി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യയിൽ എവിടെയും. അപ്പൊ നോക്കുക, നമുക്ക് തന്നിട്ടുള്ള ലേണേഴ്സ് ലൈസൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആയിക്കോട്ടെ, അതിന്റെ പരിധി എന്ന് പറയുന്നത് ഇന്ത്യക്കുള്ളിൽ എവിടെയും നമുക്ക് വാഹനം ഓടിക്കുവാൻ സാധിക്കുന്നതാണ്. അതിന് ലേണേഴ്സ് ലൈസൻസ് ആയാലും ശരി ഡ്രൈവിംഗ് ലൈസൻസ് ആയാലും ശരി വ്യത്യാസമില്ല. ഇന്ത്യയിൽ എവിടെയും വാഹനം ഓടിക്കുന്നതിന് സാധുതയുള്ളതാണ് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ ലേണേഴ്സ് ലൈസൻസ് എന്ന് ഓർത്തുകൊള്ളുക. അതിനങ്ങനെ RTOയുടെ പരിധി എന്നില്ല, സംസ്ഥാന പരിധി എന്നില്ല, ജില്ലാ പരിധി എന്നില്ല. നമ്മുടെ രാജ്യത്തിന് എവിടെയും നമുക്ക് ആ വാഹനം ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. 70ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ പെട്രോൾ, ഡീസൽ എന്നീ എഞ്ചിനുകളിൽ
പൊതുവായി കാണപ്പെടാത്ത ഭാഗം, പെട്രോൾ എഞ്ചിനിലും ഡീസൽ എഞ്ചിനിലും പൊതുവായിട്ട് കാണപ്പെടാത്തത് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം എയർ ഫിൽറ്റർ, ഓപ്ഷൻ എ എന്താണ്? എയർ ഫിൽറ്റർ. ഓപ്ഷൻ ബി സൈലൻസർ. ഓപ്ഷൻ സി ബാറ്ററി. ഓപ്ഷൻ ഡി ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ്. ഈ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് എന്ന് മാറ്റിയിട്ട് നിങ്ങൾ എന്ത് വായിക്കണം എന്ന് അറിയാമോ? ഫ്യൂവൽ ഇഞ്ചക്ടർ എന്ന് വേണം വായിക്കാൻ. ഫ്യൂവൽ ഇഞ്ചക്ടർ. ഫ്യൂവൽ ഇഞ്ചക്ടർ എന്ന് വായിച്ചെടുത്തോണം. ഓക്കെ, നോക്കിക്കേ. അപ്പോ നമ്മുടെ ആൻസർ എന്താണെന്ന് നോക്കിക്കേ. താഴെ പറയുന്നവയിൽ പെട്രോൾ, ഡീസൽ എന്നീ എഞ്ചിനുകളിൽ പൊതുവായി കാണപ്പെടാത്ത ഭാഗം. ഈ ആൻസറുകളെല്ലാം പറയുന്നത് PSC പബ്ലിഷ് ചെയ്തിട്ടുള്ള ആൻസർ കീ വെച്ചിട്ടുള്ള ആൻസർ ആണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഫ്യൂൽ ഇഞ്ചക്ടർ എന്ന് പ്രത്യേകം മാറ്റി വായിക്കാൻ പറഞ്ഞത്. നോക്കുക, താഴെ പറയുന്നവയിൽ പെട്രോൾ, ഡീസൽ എന്നീ എഞ്ചിനുകളിൽ പൊതുവായി കാണപ്പെടാത്തത്. എയർ ഫിൽറ്റർ 2 എഞ്ചിനിലും ഉണ്ട്, ബാറ്ററി ഉണ്ട്, സൈലൻസറും നമ്മൾ കാണുന്നുണ്ട്. ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ്, ഫ്യൂവൽ ഇഞ്ചക്ടർ നമ്മൾ കാണുന്നുണ്ടോ? ഫ്യൂവൽ ഇഞ്ചക്ടർ എവിടെയാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്? ഡീസൽ എഞ്ചിനുകളിലാണ് ഫ്യൂവൽ ഇഞ്ചക്ടർ കാണപ്പെടുന്നത്. നമ്മുടെ സിലിണ്ടറിനകത്ത് ഹൈ പ്രഷറില്, ഹൈ ടെമ്പറേച്ചറില് കംപ്രസ്ഡ് ആയിട്ടുള്ള എയറിലേക്ക് ഫ്യൂവൽ ഇഞ്ചക്ടറിന്റെ സഹായത്തോട് കൂടിയിട്ട് ആറ്റോമൈസ്ഡ് ഫോമിലേക്കുള്ള ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യുമ്പോഴാണ് അവിടെ എക്സ്പാൻഷൻ നടക്കുന്നത്, എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നത്, പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോ പെട്രോൾ എഞ്ചിനിൽ എന്തില്ല? ഫ്യൂവൽ ഇഞ്ചക്ടർ ഇല്ല എന്ന് ചിന്തിച്ചോളുക. അതിന് പകരം ഡീസൽ എഞ്ചിനുകളിലാണ് ഫ്യൂവൽ ഇഞ്ചക്ടർ കാണപ്പെടുന്നത്. ഓക്കെ ആണോ? അടുത്ത ചോദ്യം. അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, ഒരു വാഹനത്തിന്റെ വീൽ ബേസ് എന്നാൽ മുൻപിലെ ടയറുകൾ തമ്മിലുള്ള അകലം, മുൻപിൻ ആക്സിലുകൾ തമ്മിലുള്ള അകലം, ടയറിന്റെ വീതി, വാഹനത്തിന്റെ ആകെ നീളം. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. എ മുൻപിലെ ടയറുകൾ തമ്മിലുള്ള അകലം പറഞ്ഞിട്ടുണ്ട്. ബി എന്താണ്? മുൻപിൻ ആക്സിലുകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നു. സി ടയറിന്റെ വീതി. ഡി എന്താണ്? വാഹനത്തിന്റെ ആകെ നീളം. അപ്പൊ വീൽ ബേസ് എന്ന് പറഞ്ഞാല് നോക്കിക്കേ, ഇത് വാഹനത്തിന്റെ ഫ്രണ്ട് വീലാണെന്ന് ആലോചിക്കുക, ഇത് വാഹനത്തിന്റെ റിയർ വീൽ അഥവാ ബാക്ക് വീൽ ആണെന്ന് ആലോചിക്കുക. ദേ ഇവിടുന്ന് ഇവിടം വരെയാണ് ആക്സിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രണ്ട് വീലിലെയും ബാക്ക് വീലിലെയും ആക്സിലുകൾ തമ്മിലുള്ള ദൂരമാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു വാഹനത്തിന്റെ വീൽ ബേസ് എന്ന് പറയുന്നത് എന്താണ്? മുൻപിൻ ആക്സിലുകൾ തമ്മിലുള്ള അകലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വാഹനത്തിന്റെ വീൽ ബേസ് എന്ന് പറയുന്നത്. ഓർത്തു വെച്ചോണേ, വീൽ ബേസ്. വാഹനത്തിന്റെ വീൽ ബേസ് എന്ന് വെച്ചാല് മുന്നിലെ ആക്സിലും പിന്നിലെ ആക്സിലും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വാഹനത്തിന്റെ വീൽ ബേസ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. നോക്കിക്കോണേ, ഒരു ഡീസൽ എഞ്ചിനിൽ ഇഞ്ചക്ടർ നോസിൽ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഓപ്ഷൻ എ കറുത്ത പുകയുണ്ടാകുന്നു, ഓപ്ഷൻ ബി ഡീസൽ ഉപഭോഗം വർദ്ധിക്കുന്നു, ഓപ്ഷൻ ഡി എഞ്ചിൻ സ്റ്റാർട്ട് ആകുവാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു, ഓപ്ഷൻ ഡി എന്താണ്? മേൽ പറഞ്ഞവയെല്ലാം ഉണ്ടാകുന്നു. സിമ്പിൾ ആയിട്ട് നമ്മുടെ ഉത്തരം എഴുതാം. ഇഞ്ചക്ടർ നോസിൽ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ മേൽ പറഞ്ഞവയെല്ലാം ഉണ്ടാകുന്നു. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. കറുത്ത പുക വരാം, ഡീസൽ ഉപഭോഗം വർദ്ധിക്കാം, എഞ്ചിൻ സ്റ്റാർട്ട് ആകാൻ ബുദ്ധിമുട്ടുണ്ടാകാം. ഓപ്ഷൻ ഡി മേൽ പറഞ്ഞവയെല്ലാം ഉണ്ടാകുന്നു. അപ്പം ഉത്തരം അതെല്ലാം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. 73ാമത്തെ ചോദ്യം നോക്കി. കേടുവന്ന വാഹനത്തെ മറ്റൊരു വാഹനം ഉപയോഗിച്ച് കെട്ടിവലിക്കുമ്പോൾ പാലിക്കേണ്ട വേഗപരിധി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് എത്ര വരെ ആകാം? 25 km/h വരെ ആകാം എന്ന് പറയുന്നു. നോക്കിയേ, ഓപ്ഷൻസ് നോക്കുക. 24 km/h, 30 km/h, 40, 15. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? 24 km/h. 74 ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാമോ? നോക്കിയോ, വളരെ പെട്ടെന്നാണ് പോകുന്നത്. ഒരുപാട് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കളയാൻ നമുക്ക് സമയമില്ല. വീഡിയോ കാണുക, അറിയാത്ത സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, 74ാമത്തെ ചോദ്യം നോക്കിക്കേ. ഒരു റോഡ് അപകടം ഉണ്ടായാൽ ആദ്യം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. റോഡ് അപകടം ഉണ്ടാകുന്ന സമയത്ത് ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക. ഓപ്ഷൻ എ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കാൻ പറയുന്നു. ഓപ്ഷൻ ബി എന്താണ്? പരിക്കേറ്റവരെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുക. ഓപ്ഷൻ ബി പറയുന്നത് പരിക്കേറ്റവരെ അടുത്തുള്ള ആശുപത്രിയിൽ എത്രയും പെട്ടെന്ന് എത്തിക്കണം. ഓപ്ഷൻ സി എന്ത് പറയുന്നു? പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. ഓപ്ഷൻ ഡി പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച ശേഷം പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുക. കേൾക്കുമ്പോൾ തന്നെ ഉത്തരത്തിലേക്ക് എത്താം. ഏതാണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്.
അപകടം നടന്നു കഴിഞ്ഞാൽ പരിക്കേറ്റവരെ എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുക, 24 മണിക്കൂറിനകത്ത് പോലീസ് സ്റ്റേഷനിൽ ആ വിവരം അറിയിക്കുക. ഇതാണ് നമ്മൾ ഒരു ഡ്രൈവർ എന്നുള്ള നിലയിൽ ചെയ്യേണ്ടുന്നത്. അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി, പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക. അടുത്ത ചോദ്യം നോക്കുക, 75. താഴെ പറയുന്നവയിൽ എൻജിൻ ഓയിലുമായി ബന്ധപ്പെട്ട പദം ഏത്? ഓപ്ഷൻ എ നോക്കിക്കേ, 145/70 R12. ഓപ്ഷൻ ബി 55/60 W വാട്ടിനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി 20:1. ഓപ്ഷൻ ഡി എന്താണ്? SAE 40. ഇപ്പൊ തന്നെ ഉത്തരം പിടികിട്ടി കാണും. നോക്കിയേ, ഈ ഓപ്ഷൻ എ നോക്കിക്കേ, ഇങ്ങനെ ഒരു നൊട്ടേഷൻ നമ്മൾ കാണുന്നത് എവിടെയായിരിക്കും? വാഹനത്തിന്റെ ടയറുകളിലായിരിക്കും പ്രധാനമായിട്ട് ഇത് കാണുന്നത്. 145/70 R12 ഇങ്ങനെ കാണുന്നത് വാഹനത്തിന്റെ ടയറുകളിലായിരിക്കും. ശ്രദ്ധിച്ചാൽ മതി, ടയറിൽ കൊടുത്തിരിക്കുന്ന മാർക്കിംഗ് ഇങ്ങനെ ആയിരിക്കും. അത് ശ്രദ്ധിച്ചോളുക. അതിനെയൊക്കെ റിലേറ്റ് ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ പിന്നാലെ വരുന്നുണ്ട്, ആ സമയത്ത് കൃത്യമായിട്ട് പറയാം. അടുത്ത് നോക്കിയേ, 55 അല്ലെങ്കിൽ 60 വാട്ട്. ഇത് വാഹനങ്ങളുടെ ബാറ്ററിയിൽ കാണുന്നതാണ് പ്രധാനമായിട്ടും. വാഹനത്തിന്റെ ബാറ്ററിയിലാണ് ഇങ്ങനെ കാണുന്നത്. അപ്പൊ ഇത് നമ്മുടെ ഉത്തരമല്ല എന്ന് ഓർത്തുകൊള്ളുക. ഓക്കെ, ഇപ്പൊ എയും അല്ല ബിയും അല്ല. അടുത്ത സി നോക്കിയേ, 20:1. 20:1 എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്രഷൻ റേഷ്യോ ആണ്. 8:1, 16:1, 10:1, 20:1 എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്രഷൻ റേഷ്യോ ആണ്. അപ്പൊ വാഹനത്തിന്റെ എഞ്ചിൻ അല്ലെങ്കിൽ സിലിണ്ടറുമായിട്ട് ബന്ധപ്പെട്ട സംഗതിയാണിത്. അടുത്ത എന്താണ്? നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. SAE 40, സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയേഴ്സ് എന്നുള്ളതാണ് SAE എന്ന് പറയുന്നത്. പിന്നെ 40 എന്ന് കൊടുത്തിരിക്കുന്നത് ആ ഓയിലിന്റെ ഗ്രേഡ് ആണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ SAE 40 അല്ലെങ്കിൽ SAE എന്നുള്ളത് ആ വാഹനത്തിന്റെ എഞ്ചിൻ ഓയിലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതിന്റെ ഫുൾ ഫോം എന്താണ്? സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയേഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ, ഒരു ഹെവി ലോറിയുടെ ടയറിൽ ഉപയോഗിക്കുന്ന പ്ലേ റേറ്റിംഗ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 2 മുതൽ 4 വരെ. ഓപ്ഷൻ ബി 12 മുതൽ 16 വരെ. ഓപ്ഷൻ സി 5 മുതൽ 8 വരെ. ഓപ്ഷൻ ഡി 3 മുതൽ 5 വരെ. എന്താണ് പ്ലേ റേറ്റിംഗ് എന്ന് പറഞ്ഞാല് വാഹനത്തിന്റെ വീലുകൾക്ക് എത്രത്തോളം ഭാരം വഹിക്കുവാൻ സാധ്യതയുണ്ട്, കഴിയും എന്ന് കാണിക്കുന്ന സൂചകത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്ലേ റേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ പ്ലേ റേറ്റിംഗ് എന്ന് പറഞ്ഞാല് ആ വാഹനത്തിന്റെ വീലിന് എത്രത്തോളം ഭാരം എടുക്കുവാൻ കഴിയും എന്നതിനെ കാണിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഹെവി ലോറിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്ലേ റേറ്റിംഗ് എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയാമോ? നമ്മുടെ ഓപ്ഷൻ ബി ആണ് ആൻസർ. 12 മുതൽ 16 വരെ. അപ്പോ 12 മുതൽ 16 വരെയാണെന്ന് ഓർത്തു വെച്ചോളുക. ഒരു ഹെവി ലോറിയിൽ ഉപയോഗിക്കുന്ന പ്ലേ റേറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? 12 മുതൽ 16 വരെയാണ്. ഓക്കെ ആണോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ. നോക്കിക്കേ, 77ാമത്തെ ചോദ്യം സ്ഥിരമായിട്ട് പണ്ട് മുതലേ PSC ചോദിക്കുന്നതാണ്. ഒരു വാഹനത്തിൽ ക്ലച്ച് ഘടിപ്പിച്ചിരിക്കുന്ന എവിടെയാണ്? ഓപ്ഷൻ എ എഞ്ചിനും ഗിയർ ബോക്സിനും ഇടയിലാണ്. ഓപ്ഷൻ ബി ഗിയർ ബോക്സിനും പ്രൊപ്പല്ലർ ഷാഫ്റ്റിനും ഇടയിലാണ്. ഓപ്ഷൻ സി പ്രൊപ്പല്ലർ ഷാഫ്റ്റിനും ആക്സിലിനും ഇടയിലായിട്ട്. ഓപ്ഷൻ ഡി എന്താണ്? ഡിഫറൻഷ്യലിനും ആക്സിലിനും ഇടയിലായിട്ട്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പണ്ട് മുതൽക്ക് തന്നെ ചോദിക്കുന്നതാണ്. അപ്പോ നമുക്കറിയാം, വാഹനവുമായിട്ട് ബന്ധപ്പെട്ട് ബേസിക് നോളജ് ഉള്ളവർക്ക് അറിയാം എന്താണ് നമ്മുടെ ക്ലച്ച് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എഞ്ചിനും ഗിയർ ബോക്സിനും ഇടയിലായിട്ടാണ് എന്നുള്ളത്. ഓക്കെ, എഞ്ചിനും ഗിയർ ബോക്സ്, എഞ്ചിൻ എന്നുള്ള മൂവ്മെന്റിനെ ഗിയർ ബോക്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു മീഡിയേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആര്? ക്ലച്ച്. ഓക്കെ ആണോ? എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട വർക്കിംഗ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാൻ സാധ്യതയുണ്ട്. ഇതേവരെ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലോ ആദ്യമായിട്ട് പരീക്ഷ എഴുതാൻ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓർത്ത് വെച്ചേക്കുക, ക്ലച്ച് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എഞ്ചിനും ഗിയർ ബോക്സിന്റെയും ഇടയിലായിട്ടാണ്. എഞ്ചിൻ എന്നുള്ള മൂവ്മെന്റിനെ ഗിയർ ബോക്സിലേക്ക് കടത്തിവിടാനുള്ള മീഡിയേറ്റർ ആയിട്ടാണ് ആരുപയോഗിക്കുന്നത്? ക്ലച്ച് ഉപയോഗിക്കുന്നത്, ക്ലച്ച് വർക്ക് ചെയ്യുന്നത് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ ആണോ? അടുത്ത ചോദ്യം നോക്കുക, 78ാമത്തെ ചോദ്യം. ഒരു വാഹനത്തിന്റെ ടയറിൽ വാഹന നിർമ്മാതാവ് അനുശാസിക്കുന്നതിലും താഴെ വായുമർദ്ദം നിലനിർത്തി ഉപയോഗിച്ചു കഴിഞ്ഞാൽ, അപ്പോ ഒരു വാഹനത്തിന്റെ ടയറില് പറഞ്ഞിരിക്കുന്നതിലും താഴെ വാഹന നിർമ്മാതാവ് എത്രയാണോ നിർദ്ദേശിച്ചിരിക്കുന്നത് അതിലും താഴെ എയർ പ്രഷർ നമ്മൾ കീപ്പ് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വായുമർദ്ദം ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും?
നിലവില് പറഞ്ഞിരിക്കുന്ന അളവിനും താഴെയാണ് വായുമർദ്ദമെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ടയറിന്റെ ഒരു വശത്ത് തേയ്മാനം സംഭവിക്കുമെന്ന് ഓപ്ഷൻ എ പറയുന്നു. ഓപ്ഷൻ ബി എന്താണ്? ടയറിന്റെ മധ്യഭാഗത്ത് തേയ്മാനം സംഭവിക്കും. ഓപ്ഷൻ സി ടയറിന്റെ ഇരുവശങ്ങളിലും തേയ്മാനം സംഭവിക്കും എന്ന് പറയുന്നു. ഓപ്ഷൻ ഡി എല്ലാ ഭാഗത്തും ഒരുപോലെ തേയ്മാനം സംഭവിക്കും. എന്തായാലും ഓപ്ഷൻ ഡി വരത്തില്ല, അത് വിട്ടേരെ. ഓപ്ഷൻ എ ടയറിന്റെ ഒരു വശത്ത് മാത്രം തേയ്മാനം സംഭവിക്കും, അങ്ങനെയും സംഭവിക്കത്തില്ല. ഓപ്ഷൻ ഡി നോക്കിയേ, ടയറിന്റെ മധ്യഭാഗത്ത് തേയ്മാനം സംഭവിക്കും. ടയറിന്റെ മധ്യഭാഗത്ത് തേയ്മാനം സംഭവിക്കണമെങ്കിൽ പറയുന്ന അളവിലും കൂടുതൽ എയർ ഫില്ല് ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ മധ്യഭാഗത്ത് തേയ്മാനം സംഭവിക്കൂ. അപ്പൊ അതുമല്ല നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? ടയറിന്റെ ഇരുവശങ്ങളിൽ തേയ്മാനം സംഭവിക്കും. അപ്പോ വാഹന നിർമ്മാതാവ് എത്രയാണോ എയർ പ്രഷർ നിഷ്കർഷിച്ചിരിക്കുന്നത് അത്രയും എയർ പ്രഷർ വാഹനത്തിന്റെ വീലുകളിൽ ഉണ്ടായിരിക്കണം. ഇല്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത്? ടയറിന്റെ ഇരുവശങ്ങളിലും തേയ്മാനം സംഭവിക്കുമെന്നുള്ളതാണ്. ക്ലിയർ ആയല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ. നോക്കിക്കേ, വളരെ പെട്ടെന്ന് പടപടേ എന്ന് പറഞ്ഞ് പഠിച്ച് വായിച്ചു പോവുകയാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ, 79ാമത്തെ ചോദ്യം. മദ്യലഹരി ഡ്രൈവിങ്ങിനെ ബാധിക്കുന്നത് എപ്രകാരം? ഓപ്ഷൻ എ തീരുമാനം പെട്ടെന്ന് എടുക്കുന്നു. ഓപ്ഷൻ ബി എന്താണ്? തീരുമാനം സാവധാനം എടുക്കുന്നു. ഓപ്ഷൻ സി ഉറക്കം വരാതിരിക്കാൻ സഹായിക്കുന്നു. ഓപ്ഷൻ ഡി എന്താണ്? രാത്രികാലങ്ങളിൽ ഉറക്കം വരാതിരിക്കുവാനും പെട്ടെന്ന് തീരുമാനം എടുക്കുവാനും സഹായിക്കുന്നു. നോക്കിക്കേ, മദ്യം ബാധിക്കുന്നത് തലച്ചോറിന്റെ ഏത് ഭാഗത്തിനെയാണ്? സെറിബെല്ലത്തെയാണ് അല്ലെ. അപ്പൊ സെറിബെല്ലത്തില് മദ്യം ബാധിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അത് ശരീരത്തിന്റെ മൊത്തവും പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കും, സാവധാനത്തിലാക്കും. അപ്പോ നമുക്ക് തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കുവാനുള്ള ശേഷിയില്ലാതെ വരും. ഞരമ്പുകളെ അത് അതിന്റെ നരമ്പുകളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിച്ച് പതുക്കെ തളർത്തിക്കളയും. അപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് തീരുമാനം സാവധാനമേ എടുക്കുവാൻ സാധിക്കൂ. പെട്ടെന്ന് റിയാക്ട് ചെയ്യേണ്ടുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ചെയ്യുവാൻ പറ്റാതെ വരും. അപ്പോ മദ്യം എങ്ങനെയാണ് ബാധിക്കുന്നത്? ഡ്രൈവിങ്ങിനെ ബാധിക്കുന്നത് തീരുമാനങ്ങൾ സാവധാനത്തിൽ എടുക്കുന്നു, അതുമൂലം അപകടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഉത്തരം ഏതാണ്? 79 ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. മദ്യലഹരി ഡ്രൈവിങ്ങിനെ ബാധിക്കുന്നത് എങ്ങനെയാണ്? തീരുമാനങ്ങൾ സാവധാനം എടുക്കുന്നു. ഓപ്ഷൻ ബി ആൻസർ. അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് പോയി കഴിഞ്ഞാല് നോക്കിക്കേ, നിർബന്ധമായിട്ടും പാലിക്കേണ്ടുന്ന റോഡ് സൈനുകളെ പറ്റിയിട്ടാണ് ചോദിച്ചേക്കുന്നത്. എ മാൻഡേറ്ററി റോഡ് സൈൻസ്, ബി കോഷണറി റോഡ് സൈൻസ്, സി ഇൻഫർമേറ്ററി റോഡ് സൈൻസ്, ഡി മേൽ പറഞ്ഞവയിലൊന്നുമല്ല, ഏതുമല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, നോക്കി ഓരോ നോക്കാം. മാൻഡേറ്ററി റോഡ് സൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിർബന്ധമായിട്ട് നമ്മൾ ചെയ്തിരിക്കേണ്ട റോഡ് സൈനുകളാണ്. കോഷണറി എന്ന് പറഞ്ഞാൽ എന്താണ്? മുന്നറിയിപ്പാണ്. മാൻഡേറ്ററി എന്ന് പറയുമ്പോൾ എന്താണ്? നിർബന്ധമായിട്ടും പാലിച്ചിരിക്കേണ്ട റോഡ് സൈൻസ് ആണ് മാൻഡേറ്ററി എന്ന് പറയുന്നത്. കോഷണറി എന്ന് പറഞ്ഞാൽ എന്താണ്? മുന്നറിയിപ്പാണ്. അത് ത്രികോണത്തിലാണ് കാണിക്കുന്നത്, മാൻഡേറ്ററി വൃത്താകൃതിയിൽ കാണിക്കുന്നു. ഇൻഫർമേറ്ററി റോഡ് സൈൻസ് എന്ന് പറഞ്ഞാലോ റെക്ടാങ്കിളിനകത്തായിരിക്കും കാണിക്കേണ്ടത്. വിവരദായകപരമായിട്ടുള്ള ചിഹ്നങ്ങളാണ് ഇൻഫർമേറ്ററി റോഡ് സൈൻസിൽ വരുന്നത്. ഇതിൽ നിർബന്ധമായിട്ട് നമ്മൾ അനുസരിക്കേണ്ടത് ഏതാണ്? ഓപ്ഷൻ എ മാൻഡേറ്ററി റോഡ് സൈൻസ് ആണ്. കേൾക്കുമ്പോൾ തന്നെ അറിയാം, വലിയ ചിന്തിക്കുകയൊന്നും വേണ്ട, എന്താണെന്ന് പഠിച്ചു വെച്ചാൽ മാത്രം മതി. അടുത്ത നോക്കിയേ, ട്രിപ്പ് ഷീറ്റ് സൂക്ഷിക്കേണ്ടതാണ്. ഈ ഒരു ചോദ്യം PSC ഒഴിവാക്കിയതാണ്, കൃത്യമായിട്ടുള്ള ഉത്തരം ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ചോദ്യം PSC ഒഴിവാക്കിയതാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ, 82. ഒരു കാർ ബാറ്ററിയിലെ ദ്രാവകത്തിന്റെ അളവ് കുറയുന്നതിനനുസരിച്ച് ഒഴിക്കേണ്ട ദ്രാവകം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം കാർ ബാറ്ററിയില് വെള്ളത്തിന്റെ അളവ് കുറഞ്ഞ, ബാറ്ററി വാട്ടറിന്റെ അളവ് കുറഞ്ഞാൽ എന്താണ് ഒഴിക്കേണ്ടത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ശുദ്ധജലം. ഓപ്ഷൻ ബി എന്താണ്? ഡയലൂറ്റഡ് സൾഫ്യൂരിക് ആസിഡ്, നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് മിനറൽ വാട്ടർ. ഓപ്ഷൻ ഡി എന്താണ്? ഡിസ്റ്റിൽഡ് വാട്ടർ. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് ഒഴിക്കേണ്ടുന്നത്. അപ്പോ കാർ ബാറ്ററികളിലെ ബാറ്ററി വാട്ടറിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് എന്തൊഴിച്ച് റീഫിൽ ചെയ്യണം? ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിച്ച് റീഫിൽ ചെയ്യണം എന്ന് പറയുന്നു. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അടുത്ത നോക്കിക്കേ, 83ാമത്തെ ചോദ്യം. റോഡ് അപകടം ഉണ്ടാക്കുന്നതിന് പ്രധാന കാരണം. ഒരു റോഡ് അപകടം ഉണ്ടാവുകയാണ്, റോഡിൽ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം, മാനുഷികമായ പിഴവുകൾ, റോഡ് സുരക്ഷാ വിദ്യാഭ്യാസത്തിന്റെ അപര്യാപ്തത, റോഡ് പരിശോധനയിലെ കുറവ്. എപ്പോഴും ABCD എന്ന് പറയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് 4 ഓപ്ഷൻസ് അങ്ങ് വായിച്ചത്. ഓപ്ഷൻ എ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം. ഓപ്ഷൻ ബി എന്താണ്? മാനുഷികമായിട്ടുള്ള പിഴവുകൾ. ഓപ്ഷൻ സിയോ റോഡ് സുരക്ഷാ വിദ്യാഭ്യാസത്തിന്റെ അപര്യാപ്തത. ഓപ്ഷൻ ഡി പരിശോധനയിലെ കുറവ്. അപ്പൊ എന്തായിരിക്കും? അതെ, മാനുഷികമായിട്ടുള്ള പിഴവുകളാണ്
റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നതിന് പ്രധാനമായിട്ടുള്ള കാരണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും ശരി തന്നെ മാനുഷികമായിട്ടുള്ള പിഴവുകൾ, മനുഷ്യൻ വരുത്തുന്ന തെറ്റുകളാണ് പ്രധാനമായിട്ടും റോഡ് അപകടങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയുക. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത്തിരി വേഗത്തിലാണ് പോകുന്നത്, കുഴപ്പമില്ല, കൂടെ പിടിച്ചാൽ മതി. അടുത്ത ചോദ്യം നോക്കാം. 84. ഒരു വാഹനത്തിലെ ടയർ പ്രഷർ എഴുതി പ്രദർശിപ്പിക്കുന്ന സ്ഥലം എവിടെയാണ്? ഓപ്ഷൻ എ മുൻ വലത് ഡോർ, ഓപ്ഷൻ ബി പിൻ വലത് ഡോർ, ഓപ്ഷൻ സി ഡാഷ് ബോർഡ്, ഓപ്ഷൻ ഡി ബോണറ്റിനകത്ത്. അപ്പൊ നോക്കി, ഒരു വാഹനത്തിന്റെ ടയർ പ്രഷർ എഴുതി പ്രദർശിപ്പിക്കുന്ന സ്ഥലം എവിടെയാണ്? മുൻ വലത് ഡോർ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. 84 ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പം ഒരു വാഹനത്തിന്റെ ടയർ പ്രഷർ എവിടെയാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്? മുൻ വലത് ഡോറിലായിട്ടാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. 85. ഹസാർഡ് വാർണിംഗ് ലൈറ്റ് ഉപയോഗിക്കേണ്ടുന്ന സാഹചര്യം. എ ഒരു ജംഗ്ഷനിൽ വാഹനം നേരെ ഓടിക്കേണ്ടുന്ന സാഹചര്യത്തില്, ബി പാർക്ക് ചെയ്യുമ്പോൾ, സി അപകടകരമായി പാർക്ക് ചെയ്യുന്ന അവസ്ഥയില്, ഡി മേൽ പ്രതിപാദിച്ച എല്ലാ അവസ്ഥയിലും. ഈ ഓപ്ഷൻ ആദ്യമേ കളയാൻ തെറ്റാണ്. അടുത്ത എ എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കിക്കേ. ഒരു ജംഗ്ഷനിൽ വാഹനം നേരെ ഓടിക്കേണ്ടുന്ന സാഹചര്യത്തില്, ഒരു ക്രോസ് ജംഗ്ഷൻ കൺസിഡർ ചെയ്യുക. വാഹനം നേരെ ഓടിച്ച് പോകണം, ഇത് നിങ്ങളുടെ വാഹനമാണ്, നേരെ ഓടിച്ച് പോകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? 4 ഇൻഡിക്കേറ്റർ ഇട്ട് വാഹനം ഓടിക്കും. ശരിയാണോ? അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പ്രാക്ടീസ് ആണ്. ഒരു കാരണവശാലും അത് അങ്ങനെ ചെയ്യരുത്. ജംഗ്ഷനിൽ വാഹനം നേരെ പോകണമെന്നുണ്ടെങ്കിൽ അപ്പുറത്തും വാഹനം നോക്കി ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം വാഹനം ഓടിച്ച് പോകാമോ. വേണ്ടുന്ന സിഗ്നൽ കൊടുത്തുകൊണ്ട്, ഇല്ലെങ്കിൽ സിഗ്നൽ ലൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണം വാഹനം ഓടിച്ച് പോകുവാനായിട്ട്. ഓക്കെ, ഒരിക്കലും ക്രോസ് ജംഗ്ഷനിൽ ഹസാർഡ് വാർണിംഗ് ലാമ്പ് ഉപയോഗിക്കരുത്. പേരിൽ തന്നെ ഉണ്ട് ഹസാർഡ് വാർണിംഗ് ലാമ്പ്. അപകടകരമായ സാഹചര്യത്തിലാണ് അത് ഉപയോഗിക്കേണ്ടതെന്ന് ഓർത്തു വെക്കണം. അപ്പൊ ഓപ്ഷൻ എ അല്ല. പാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഹസാർഡ് വാർണിംഗ് ലാമ്പ് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. നോക്കിക്കേ, അപ്പൊ ഏതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ സി. വാഹനം അപകടകരമായി പാർക്ക് ചെയ്യുന്ന അവസ്ഥയിൽ, നമ്മുടെ തൊട്ടുമുന്നിൽ എന്തെങ്കിലും അപകടമുണ്ട്, വാഹനത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടെന്ന് മറ്റൊരാളെ അറിയിക്കണം, അതിനുവേണ്ടി വെച്ചിരിക്കുന്ന സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്? ഹസാർഡ് വാർണിംഗ് ലാമ്പ്. ഓക്കെ, അല്ലാതെ 4 ഇൻഡിക്കേറ്റർ എന്നുള്ള പ്രയോഗമൊക്കെ ചിലർ കാണിക്കുന്നുണ്ട്. ഒരിക്കലും അത് ചെയ്യരുത്. അടുത്ത ചോദ്യം നോക്കുക. 86. 4 ലൈൻ റോഡിൽ ഹെവി വാഹനം ഓടിക്കേണ്ടത്. ഓപ്ഷൻ എ വലത് ലൈനിൽ കൂടി മാത്രം, ഓപ്ഷൻ ബി ഇടത് ലൈനിൽ കൂടി മാത്രം, ഓപ്ഷൻ സി ഇടത് ലൈനിൽ കൂടി ഓവർടേക്കിംഗ് സമയത്ത് മാത്രം വലത് ലൈനിലൂടെ, ഓപ്ഷൻ ഡി ഇവയിലേതുമല്ല. അപ്പൊ ഏതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്? 4 ലൈൻ റോഡിൽ ഹെവി വാഹനം എങ്ങനെയാണ് ഓടിക്കേണ്ടുന്നത്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. അതായത് ഹെവി വാഹനങ്ങൾ 4 ലൈൻ ട്രാഫിക്കില് പതുക്കെ പോകാവൂ. വേഗത പരമാവധി അതിന് നിഷ്കർഷിച്ചിരിക്കുന്ന വേഗതയിൽ മാത്രമാണ് പോകേണ്ടുന്നത്. 4 ലൈൻ ട്രാഫിക് ആകുമ്പോൾ മറ്റു വാഹനങ്ങൾക്ക് ചിലപ്പോൾ വേഗത്തിൽ പോകേണ്ടതുണ്ട്. അപ്പോ പരമാവധി ഇടത് ഭാഗം ചേർന്നാണ് വാഹനം ഓടിക്കേണ്ടതെന്ന് ഓർത്തുകൊള്ളുക. ഇനി ഇൻ കേസ് ആ വാഹനത്തിന് മറ്റൊരു വാഹനത്തെ മറികടക്കണം എന്നുണ്ടെങ്കിൽ മറികടക്കേണ്ടുന്ന സമയത്ത് മാത്രം വലത് ലൈനിൽ കയറി ഓവർടേക്ക് ചെയ്ത് വീണ്ടും ഇടത് ലൈൻ കീപ്പ് ചെയ്ത് ഓടിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ 4 ലൈൻ ട്രാഫിക് ആണ് എന്നുണ്ടെങ്കിൽ ഹെവി വാഹനങ്ങൾ ഇടതുവശം ചേർന്ന് വേണം പോകാൻ. ഇൻ കേസ് ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓവർടേക്ക് ചെയ്യുന്നു, സിഗ്നൽ നൽകിക്കൊണ്ട് ഓവർടേക്ക് ചെയ്യുന്നു. ഓവർടേക്ക് ചെയ്തതിന് ശേഷം എന്താണ്? വീണ്ടും ഇടത് ലൈൻ കീപ്പ് ചെയ്ത് പോകുന്നു. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ. നോക്കിക്കോ, 87ാമത്തെ ചോദ്യമാണ് പറയാൻ പോകുന്നത്. മലമ്പാതകളിൽ എന്ത് ചെയ്യണമെന്നാണ്. കയറ്റം ഇറങ്ങി വരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന. ശ്രദ്ധിച്ചോണേ, കയറ്റം ഇറങ്ങി വരുന്ന വാഹനങ്ങൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. കയറ്റം കയറി വരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന, ഭാരമേറിയ വാഹനങ്ങൾക്ക് മുൻഗണന, ചെറിയ വാഹനങ്ങൾക്ക് മുൻഗണന. മലമ്പാതകളിൽ ഏത് തരം വാഹനങ്ങൾക്കാണ് മുൻഗണനയുള്ളത് എന്നുള്ളതാണ് ചോദ്യം. നോക്കിക്കേ, കയറ്റം ഇറങ്ങി വരുന്നത്, അതായത് ഇറക്കം ഇറങ്ങി വരുന്നതെന്നർത്ഥം. കയറ്റം ഇറങ്ങി വരിക എന്ന് വെച്ചാൽ എന്താണ്? ഇറക്കം ഇറങ്ങി വരിക എന്നുള്ളത് തന്നെയാണ്. അടുത്ത ഓപ്ഷൻ ഏതാണ്? കയറ്റം കയറി വരിക. കയറ്റം കയറി വരുന്ന വാഹനങ്ങൾക്കാണ് മലമ്പാതകളിൽ പ്രയോറിറ്റി ഉള്ളത്, മുൻഗണനയുള്ളത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ. മലമ്പാതകളിൽ കയറ്റം കയറി വരുന്ന വാഹനങ്ങൾക്കാണ് മുൻഗണന. അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ. ബാക്കി എല്ലാ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തേ, അപ്പോഴേ കളഞ്ഞോണം. അടുത്ത ചോദ്യം നോക്കുക. 88. ഒരു ചരക്ക് വാഹനത്തിൽ കയറ്റിയ ചരക്ക് തള്ളി നിൽക്കുന്നത് അനുവദിച്ചിട്ടുള്ളത്. ഏത് ഭാഗത്തേക്കാണ് ചരക്ക് തള്ളി നിൽക്കുവാൻ സാധിക്കുന്നത്, കഴിയുന്നത്, അല്ലെങ്കിൽ അനുവാദം തന്നിട്ടുള്ളത് എന്നാണ് ചോദ്യം.
എ ഓപ്ഷൻ വലത് ഭാഗത്തേക്ക്, ബി മുകളിലേക്ക്, സി പിൻഭാഗത്തേക്ക്, ഓപ്ഷൻ ഡി എന്താണ്? ഇവയിൽ ഏതുമല്ല. ഏതാണ് നമ്മുടെ ഉത്തരം? അപ്പൊ ഒരു ചരക്ക് വാഹനത്തിൽ കയറ്റിയ ചരക്ക് വലതു ഭാഗത്തേക്കോ പിൻഭാഗത്തേക്കോ മുകളിലേക്കോ ഒന്നും തള്ളി നിൽക്കാൻ പാടില്ല. നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, ഇവയിലേതുമല്ല. നോക്കുക, ഓപ്ഷൻ 99ാമത്തെ ചോദ്യമാണ് അടുത്തത്. താഴെ പറയുന്ന വാഹനങ്ങളിൽ റൈറ്റ് ഓഫ് വേ അഥവാ ആദ്യം കടന്നു പോകുന്നതിനുള്ള അവകാശം ഇല്ലാത്ത വാഹനം, റൈറ്റ് ഓഫ് വേ ഇല്ലാത്ത വാഹനം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കിക്കേ, റൈറ്റ് ഓഫ് വേ ഇല്ലാത്ത വാഹനം ഏതാണ്? റൗണ്ട് അബൌട്ടിൽ ആദ്യം പ്രവേശിച്ച വാഹനം. ഒരു റൗണ്ട് അബൌട്ടിലെ ആദ്യം പ്രവേശിച്ച വാഹനത്തിന് റൈറ്റ് ഓഫ് വേ ഇല്ല എന്ന് ഓപ്ഷൻ എ പറയുന്നു. ഓപ്ഷൻ ബി എന്താ പറയുന്നത്? ഫയർ എഞ്ചിൻ, ഫയർ എഞ്ചിന് റൈറ്റ് ഓഫ് വേ ഇല്ല എന്ന് പറയുന്നു. ഓപ്ഷൻ സി, ഇടറോഡിൽ നിന്നും കയറി വരുന്ന വാഹനത്തിന് റൈറ്റ് ഓഫ് വേ ഇല്ല എന്ന് പറയുന്നു. ഓപ്ഷൻ ഡി, മെയിൻ റോഡിലൂടെ കടന്നു പോകുന്ന വാഹനത്തിന് റൈറ്റ് ഓഫ് വേ ഇല്ല എന്ന് പറയുന്നു. ഏതായിരിക്കും? ഓപ്ഷൻസ് വായിച്ചപ്പോൾ തന്നെ മനസ്സിലാക്കണം. ഇടറോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് ഒരു വാഹനം കയറുകയാണെന്നുണ്ടെങ്കിൽ, മെയിൻ റോഡിൽ കൂടെ ആ സമയത്ത് വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് എങ്കിൽ മെയിൻ റോഡിലൂടെ പോകുന്ന വാഹനത്തിന് മുൻഗണന നൽകണമെന്നാണ് വ്യവസ്ഥ. അപ്പോ ഇടറോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് കയറുന്ന ഒരു വാഹനത്തിന് എന്തില്ല? റൈറ്റ് ഓഫ് വേ ഇല്ല. ആർക്കാണ്? വഴി പോകുവാനുള്ള, ആദ്യം കടന്നു പോകുന്നുള്ള അവകാശം ആർക്കാണ്? മെയിൻ റോഡിലൂടെ കടന്നു പോകുന്ന ആൾക്കാണ്. അപ്പോ ഇടറോഡിൽ നിന്നും കയറുന്ന വാഹനത്തിന് റൈറ്റ് ഓഫ് വേ പറയാൻ സാധിക്കില്ല എന്ന് പറയുന്നു. നമ്മുടെ ഉത്തരം ഏതാണ്? 89. ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാമോ? നോക്കിക്കേ, ബ്ലൈൻഡ് സ്പോട്ട് എന്നാൽ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ വാഹനവുമായി ബന്ധപ്പെട്ട് ബ്ലൈൻഡ് സ്പോട്ട് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു, നോക്കിക്കേ. ഒരു മോട്ടോർ കാറിന്റെ മുൻ ഇടത് മൂല ഒരു മോട്ടോർ കാറിന്റെ ഇടത് റിയർ വ്യൂ മിററിൽ കൂടി കാണാൻ കഴിയുന്ന ഭാഗങ്ങൾ എന്നാണ് കൊടുത്തേക്കുന്നത്. കഴിയുന്ന ഭാഗങ്ങൾ. അപ്പോ തന്നെ അറിയാം ആ ഓപ്ഷൻ എന്തായാലും വരാൻ പോകുന്നില്ല. ഓക്കെ, ഒരു മോട്ടോർ കാറിന്റെ റിയർ വ്യൂ മിററിലൂടെ കാണുവാൻ കഴിയാത്ത ഭാഗങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ഓപ്ഷൻ ഡി, മുകളിൽ പറയുന്നവയെല്ലാം ഉൾപ്പെടുന്നത്. ആ ഓപ്ഷൻ ഡിയും വരത്തില്ല, കാരണം ഓപ്ഷൻ ബി തെറ്റാ. ഓപ്ഷൻ ബി തെറ്റായതുകൊണ്ട് ഓപ്ഷൻ ഡി തെറ്റാ. രണ്ടെണ്ണം നോക്കിയേ. ഒരു മോട്ടോർ കാറിന്റെ മുൻ ഇടതുമൂല നോക്കിയേ, കാറിന്റെ ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ട് ഇടതുമൂല നമുക്ക് കാണാൻ സാധിക്കുമല്ലോ, സാധിക്കും. അപ്പോ അതും തെറ്റാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, ഒരു മോട്ടോർ കാറിന്റെ റിയർ വ്യൂ മിററിലൂടെ കാണാൻ കഴിയാത്ത ഭാഗങ്ങളാണ് എന്തെന്ന് പറയുന്നത്, ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. നമുക്ക് വാഹനവുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് നമുക്ക് കാഴ്ച ലഭിക്കാത്ത ഭാഗങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്, ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്ന പ്രകാരം മോട്ടോർ കാറിന്റെ റിയർ വ്യൂ മിററിലൂടെ കാണുവാൻ കഴിയാത്ത ഭാഗങ്ങളാണ് എന്ത്, ബ്ലൈൻഡ് സ്പോട്ട് ആയിട്ട് വരുന്നത്. ഓക്കെ ആണോ? അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ, നോക്കിക്കോ. ഓക്കെ, അടുത്ത ചോദ്യം 91. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന്റെ ക്ലച്ചിൽ എല്ലായ്പ്പോഴും കാൽ വയ്ക്കുന്നത് എന്ത് സംഭവിക്കും? ക്ലച്ച് ഡിസ്കിന് തേയ്മാനം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഓപ്ഷൻ ബി, വാഹനത്തിന്റെ വേഗത കുറയുവാൻ സാധ്യതയുണ്ട്. ഓപ്ഷൻ സി എന്താണ്? ഇന്ധനം നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. ഓപ്ഷൻ ഡി എന്താ? മുകളിൽ പറഞ്ഞവയെല്ലാം സംഭവിക്കും. അപ്പോ വാഹനം ഓടിക്കൊണ്ടിരിക്കുകയാണ്, ക്ലച്ച് പെഡലിന്റെ മുകളിൽ കാൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാ പറയുന്നത്? ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞതെല്ലാം സംഭവിക്കും. അപ്പോ ക്ലച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്, വാഹനം ഓടിക്കൊണ്ടിരിക്കുകയാണ്, ക്ലച്ച് പെഡലിൽ കാൽ വെച്ചുകൊണ്ടാണ് വാഹനം ഓടിക്കുന്നത് എങ്കിൽ ക്ലച്ച് ഉറപ്പായിട്ടും ക്ലച്ച് പ്ലേറ്റ് തേഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, ഇന്ധന നഷ്ടം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്, അതുപോലെ തന്നെ വാഹനത്തിന്റെ വേഗത കുറയുവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോ ക്ലച്ച് തന്നെയല്ല വാഹനത്തിന്റെ ഓവറോൾ മെയിൻ്റനൻസ് കൂടുവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോണം. നമ്മുടെ ഓപ്ഷൻ ആൻസർ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം സംഭവിക്കാം. ഓക്കെ, അടുത്ത നോക്കിക്കൂ. 92ാമത്തെ ചോദ്യം. ബൈറ്റിംഗ് പോയിന്റ് എന്നത് താഴെ പറയുന്നതിൽ ഏത് നിയന്ത്രണ സംവിധാനവുമായി ബന്ധപ്പെട്ടതാണ്? ക്ലച്ച്, സ്റ്റിയറിംഗ്, ബ്രേക്ക്, ആക്സിലറേറ്റർ. ഏതാണ് ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്? ക്ലച്ചുമായിട്ട് ബന്ധപ്പെട്ടാണ്. 92 ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. ക്ലച്ചുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബിറ്റിംഗ് പോയിന്റ് അഥവാ ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ക്ലച്ച് പെഡലിൽ നിന്ന് കാല് റിലീസ് ചെയ്യുമ്പോൾ ക്ലച്ച് ഫ്ലൈ വീലുമായിട്ട് എൻഗേജ് ചെയ്യും. ആ എൻഗേജ് ചെയ്യും, പക്ഷെ വണ്ടിക്ക് മൂവ്മെന്റ് ഉണ്ടാവത്തില്ല. ആ പോയിന്റിനെ എൻഗേജ് ചെയ്തിട്ട് എഞ്ചിന്റെ ആ സൗണ്ട് മാറുന്ന ആ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബൈറ്റിംഗ് പോയിന്റ് അഥവാ ബിറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി പരീക്ഷയ്ക്ക് ബിറ്റിംഗ് പോയിന്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അപ്പോഴേ എഴുതിക്കണം, ക്ലച്ചുമായിട്ട് ബന്ധപ്പെട്ട പദമാണ് എന്തെന്ന് പറയുന്നത്? ബിറ്റിംഗ് പോയിന്റ് അഥവാ ബൈറ്റിംഗ് പോയിന്റ്. ഓർത്ത് വെച്ചോ, ക്ലച്ച് ബൈറ്റിംഗ് പോയിന്റ് അഥവാ ക്ലച്ച് ബിറ്റിംഗ് പോയിന്റ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു.
മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ ലഭിക്കാവുന്ന ശിക്ഷ മറന്നു പോകരുത് ഒരു കാരണവശാലും. അതുപോലെ തന്നെ നിങ്ങൾ എക്സാം ഹാളിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് വരെ ഇത് ചെക്ക് ചെയ്തോണം. നിയമം എപ്പോഴും മാറുവാൻ സാധ്യതയുണ്ട്. ഇപ്പോഴേ പറയുന്നു, എക്സാം ഹാളിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് വേഗതാ പരിധി, ഫൈന്, പിഴകള്, ശിക്ഷകള് ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് നോക്കി ഉറപ്പ് വരുത്തിക്കോണം. അതാർക്കും ഗ്യാരണ്ടി പറയാൻ സാധിക്കില്ല. ഓക്കെ, എക്സാം ഹാളിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് വരെ അത് ചെക്ക് ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ഹാളിൽ കയറാവൂ. ശരി, നോക്കിക്കേ. മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ ലഭിക്കാവുന്ന ശിക്ഷ: ഓപ്ഷൻ എ 1 വർഷം തടവും 10,000 രൂപ പിഴയും, ഓപ്ഷൻ ബി 6 മാസം തടവും 10,000 രൂപ പിഴയും, ഓപ്ഷൻ സി 3 വർഷം തടവ്, ഓപ്ഷൻ ഡി 1 ലക്ഷം രൂപ പിഴ മാത്രം. ഏതാണ് നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ കേട്ടോ. അപ്പൊ ആദ്യത്തെ വട്ടമാണെന്നുണ്ടെങ്കിൽ 6 മാസം തടവും 10,000 രൂപ പിഴയുമാണ്. പിന്നീട് പിഴ തുക കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഓപ്ഷൻ നോക്കി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 94. ചരക്ക് വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോകാവുന്ന ആളുകളുടെ എണ്ണം. ഇപ്പൊ ഒരു ചരക്ക് വാഹനത്തില് കയറ്റിക്കൊണ്ട് പോകാവുന്ന ആളുകളുടെ എണ്ണം എത്രയാണെന്നാ ചോദിച്ചേക്കുന്നത്. ഇതേപോലെ ഒരു ചോദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷെ ചോദ്യം ഒരു അല്പം വ്യത്യാസം ഉണ്ടായിരുന്നു. എന്താണെന്ന് അറിയാമോ? ഒരു ചരക്ക് വാഹനത്തിൽ വാടകയ്ക്കോ പണം വാങ്ങിച്ചുകൊണ്ടോ കൊണ്ടുപോകാൻ കഴിയുന്ന ആളുകളുടെ എണ്ണം എന്നായിരുന്നു ആ ചോദ്യം. ഇവിടെ ചോദ്യം ചെറുതായിട്ട് വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിച്ചോണം. ചരക്ക് വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോകാവുന്ന ആളുകളുടെ എണ്ണം എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. 5 ആളുകൾ, ഭാരം കയറ്റാനും ഇറക്കുവാനും ആവശ്യമുള്ളത്ര ആളുകൾ, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അത്രയും ആളുകൾ, 2 ആളുകൾ. അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ചരക്ക് വാഹനത്തിൽ കയറ്റുവാൻ കഴിയുന്ന ആൾക്കാരുടെ എണ്ണം കൃത്യമായിട്ട് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്രയാണോ അത് അത്രമാത്രം ആൾക്കാരെ മാത്രമേ നമുക്ക് ചരക്ക് കൊണ്ടുപോകുന്ന വാഹനത്തിൽ കയറ്റുവാൻ സാധിക്കൂ. അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നതാണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 95. വാഹനത്തിന്റെ എഞ്ചിൻ ഓയിൽ ലെവൽ പരിശോധിക്കേണ്ടുന്നത് എപ്പോഴാണ് എഞ്ചിൻ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യേണ്ടുന്നത്? ഓപ്ഷൻ എ എഞ്ചിൻ ചൂടായി നിൽക്കുന്ന അവസ്ഥയിൽ, ഓപ്ഷൻ ബി എഞ്ചിൻ തണുത്ത് നിൽക്കുന്ന അവസ്ഥയിൽ, ഓപ്ഷൻ സി വാഹനം കുറഞ്ഞത് 10 കിമി ഓടിച്ചു കൊണ്ടുവന്ന് നിൽക്കുന്ന അവസ്ഥയിൽ, ഓപ്ഷൻ ഡി എഞ്ചിൻ ചെറിയ വേഗത്തിൽ പ്രവർത്തിക്കുമ്പോൾ. ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ്. എഞ്ചിൻ തണുത്ത് നിൽക്കുന്ന അവസ്ഥയിലാണ് എഞ്ചിൻ ഓയിൽ പരിശോധിക്കേണ്ടത്. എങ്കിൽ മാത്രമേ കൃത്യമായിട്ട് വാഹനത്തിന്റെ എഞ്ചിൻ ഓയിൽ ലെവൽ അറിയാൻ പറ്റൂ. എഞ്ചിൻ എപ്പോഴാണോ തണുക്കുന്നത് അതിനുശേഷം മാത്രമാണ് എഞ്ചിൻ ഓയിൽ ലെവൽ മെഷർ ചെയ്യേണ്ടത്. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം നമ്പർ 96. വാഹനത്തിന്റെ പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡ് ലെവൽ പരിശോധിക്കേണ്ടുന്നത് ഏതവസ്ഥയില്? പവർ സ്റ്റിയറിംഗിന്റെ ലെവൽ എപ്പോഴാണ്, പവർ സ്റ്റിയറിംഗ് ഓയിലിന്റെ ലെവൽ എപ്പോഴാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം. നോക്കിക്കേ. എഞ്ചിൻ ഓഫ് ചെയ്ത അവസ്ഥയില്, എഞ്ചിൻ ചൂടായി നിൽക്കുന്ന അവസ്ഥയില്, എഞ്ചിൻ ചെറിയ വേഗത്തിൽ പ്രവർത്തിക്കുന്ന അവസ്ഥയില്, എഞ്ചിൻ ഉയർന്ന വേഗത്തിൽ പ്രവർത്തിക്കുന്ന അവസ്ഥയില്. ഇവിടെ മറ്റതിനേക്കാട്ടിൽ നേരെ തിരിച്ചാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. എഞ്ചിൻ ചെറിയ വേഗത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡ് പരിശോധിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോ വാഹനത്തിന്റെ പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡ് ലെവൽ ചെക്ക് ചെയ്യുന്നത് എപ്പോഴും വാഹനം ചെറിയ വേഗത്തിൽ പ്രവർത്തിക്കുമ്പോഴായിരിക്കണം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 97. അടിയന്തര സാഹചര്യങ്ങളിൽ താഴെ പറയുന്ന വാഹനങ്ങളിൽ ഏത് വാഹനത്തിനാണ് മുൻഗണന? ഇതേ ചോദ്യം നമ്മൾ വേറൊരു തരത്തിൽ പഠിച്ചിരുന്നു. ഏതൊക്കെ വാഹനങ്ങൾക്കാണ് മുൻഗണന എന്നുള്ള രീതിയിൽ. നോക്കിക്കേ. എ ആംബുലൻസ്, ബി പോലീസ്, സി സംസ്ഥാന സർക്കാരിന്റെ എമർജൻസി ഉപയോഗത്തിലുള്ള വാഹനം, ഡി ഫയർ സർവീസ് വാഹനം. ഏത് വാഹനത്തിനാണ്? ഓപ്ഷൻ ഡി ഫയർ സർവീസ് വാഹനത്തിനാണ് മുൻഗണന. നമ്മൾ ഒരു സംഗതി പഠിച്ചായിരുന്നു. എന്താണ്? FFAPS. ആദ്യം ഫയർ സർവീസ് വാഹനത്തിന് മുൻഗണന നൽകണം. രണ്ടാമത് മുൻഗണന എന്തിനാണ്? ആംബുലൻസിന് നൽകണം. മൂന്നാമതാണെങ്കിലോ പോലീസ് സർവീസ് വാഹനങ്ങൾക്ക് മുൻഗണന നൽകണം. ഇതിങ്ങനെ തന്നെ പഠിച്ചോണം. FFAPS, ഫയർഫോഴ്സ്, ആംബുലൻസ്, പോലീസ് സർവീസ് വെഹിക്കിൾസ്. ഓക്കെ ആണോ? അടുത്ത നോക്കിക്കേ. 98. ലോറിയിൽ ചരക്ക് കയറ്റുമ്പോൾ തറനിരപ്പിൽ നിന്നും ചരക്കിന്റെ മുകളിലേക്ക് ഉള്ള പരമാവധി ഉയരം. ഇപ്പൊ ലോറിയിൽ ചരക്ക് കയറ്റുന്ന സമയത്ത് തറനിരപ്പിൽ നിന്നുള്ള പരമാവധി ഉയരത്തെയാണ്. ഇത് ലോറിയുടെ പെട്ടിയാണ്. ബാക്കിൽ നിന്ന് കാണുന്ന സമയത്ത് പെട്ടിയിൽ കയറ്റിയിരിക്കുന്ന ചരക്കാണ് ഇതെന്ന് വിചാരിക്കുക. പെട്ടിയിൽ കയറ്റിയിരിക്കുന്ന ചരക്കാണ് ഇത് വീല്. അപ്പോ തറനിരപ്പിൽ നിന്ന് ചരക്കിന്റെ മുകളിലേക്കുള്ള പരമാവധി
ഉയരം എത്രയാണെന്നാണ് പരീക്ഷയ്ക്ക് ചോദിച്ചേക്കുന്നത്. എത്രയാണ്? ഓപ്ഷൻ എ 3.8 മീറ്റർ, ഓപ്ഷൻ ബി 3 മീറ്റർ, ഓപ്ഷൻ സി 5.5 മീറ്റർ, ഓപ്ഷൻ ഡി 4.2 മീറ്റർ. എത്രയാണ് പരമാവധി ഉയരം എന്ന് പറയുന്നത്? 3.8 മീറ്റർ ആണെന്ന് ഓർത്തോണം. നമ്മുടെ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ ആണോ? അപ്പോ തറനിരപ്പിൽ നിന്ന് പരമാവധി ഉയരം, ഒരു ലോറിയിൽ ചരക്ക് കയറ്റിയിട്ടുണ്ട്, അതിന്റെ മുകളിലേക്കുള്ള പരമാവധി ഉയരം എന്ന് പറയുന്നത് 3.8 മീറ്റർ ആയിരിക്കണം എന്ന് പറയുന്നു. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ. നോക്കിക്കോ. 99. ഒരു വാഹനം പുറകോട്ട് ഓടിക്കുവാൻ അനുവാദമുള്ളത് എപ്പോഴാണ്? എ ഉദ്ദിഷ്ട സ്ഥാനത്ത് എത്തുവാൻ മാത്രം, ഓപ്ഷൻ ബി മുൻപിലുള്ള വാഹനത്തിന്റെ ഡ്രൈവർ ആവശ്യപ്പെട്ടാൽ മാത്രം, ഓപ്ഷൻ സി ദിശ മാറ്റി പോകുവാൻ മാത്രം, ഓപ്ഷൻ ഡി വൺ വേ റോഡുകളിൽ. ഓപ്ഷൻ ഡി അപ്പോഴേ കളഞ്ഞോണം. വൺ വേ റോഡുകളിൽ ഒരു കാരണവശാലും റിവേഴ്സ് ഗിയറിൽ വരാൻ പാടില്ല. ഓപ്ഷൻ എ ഉദ്ദിഷ്ട സ്ഥാനത്ത് എത്തുവാൻ മാത്രം, അതൊന്നുമല്ല, വിട്ടേക്കണം. അതെല്ലാം മുൻപിലുള്ള വാഹനത്തിന്റെ ഡ്രൈവർ ആവശ്യപ്പെടണം. നമ്മളിപ്പോ പെട്ടെന്ന് ചിന്തിക്കുന്നത് ഒരു ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുന്നു, മുൻപിലുള്ള ആൾക്കാർ പറയുന്നു പുറകിലോട്ട് പോകുന്നു. അത് ചെയ്യരുത്, അത് തെറ്റാണ്. നിയമപ്രകാരം എന്താണ്? ദിശ മാറ്റി പോകുവാൻ മാത്രമാണ് നമുക്ക് റിവേഴ്സ് പോകേണ്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വാഹനം പുറകോട്ട് ഓടിക്കുവാൻ അനുവാദമുള്ളത് എപ്പോഴാണ്? നമ്മുടെ ദിശ എപ്പോഴാണോ മാറേണ്ടുന്നത് ആ സാഹചര്യത്തിലായിരിക്കണം. ഓക്കെ, 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓപ്ഷൻസ് സി ആണ്. ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ നിന്ന് നമ്മുടെ ഉത്തരം ഏതാണ്? സി ആണ്. അടുത്തത് 100ാമത്തതും അവസാനത്തതുമായിട്ടുള്ള ചോദ്യമാണ് പറയുന്നത്. ഒരു വാഹനം രജിസ്ട്രേഷൻ ഇല്ലാതെ ഉപയോഗിക്കുവാൻ അനുവാദമുള്ള സാഹചര്യം? എ തീപിടുത്തം ഉണ്ടായാൽ, തീ കെടുത്തുന്നുള്ള ആവശ്യത്തിന്, ബി രോഗിയെ അടിയന്തരമായി ആശുപത്രിയിൽ എത്തിക്കുന്നതിന്, സി കുടിവെള്ളം എത്തിക്കുന്നതിന്, ഡി പോലീസ് ഉദ്യോഗസ്ഥരുടെ സഞ്ചാരത്തിന്. ഏതാണ് ഉത്തരം? ഉത്തരം ഉണ്ടോ? ഇല്ല. ഈ ചോദ്യത്തിലും ഇവിടെ പ്രത്യേകിച്ച് ഉത്തരമില്ല. ഇതും ഡിലീഷൻ ആണ്. കാരണം വെച്ചാല് രജിസ്ട്രേഷൻ ഇല്ലാതെ ഒരു കാരണവശാലും ഒരു വാഹനം നിരത്തിൽ ഇറക്കുവാൻ സാധിക്കില്ല നിലവിലെ നിയമപ്രകാരം. അപ്പോൾ അത് തെറ്റാണ്. ആ ക്വസ്റ്റ്യനും ഡിലീറ്റഡ് ആണ്. ചലഞ്ച് ചെയ്ത് ഡിലീറ്റ് ആയി പോയ ചോദ്യങ്ങളാണ്. അപ്പോ ഡ്രൈവർ കം OA അല്ലെങ്കിൽ പ്രസന്റ് ഓഫീസർ ഡ്രൈവർ അല്ലെങ്കിൽ ഡ്രൈവർ പോസ്റ്റുകളിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ നിരവധി പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. ഇനി ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന ആൻസറുകളിലോ ഓപ്ഷനിലോ സംശയങ്ങളോ വ്യത്യാസമോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നല്ലൊരു വിജയം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.